നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹലുവ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹലുവയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 പഴമാണ് എടുത്തത് കേട്ടോ. 4 പഴം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. കൂടെ തന്നെ അരക്കപ്പിൽ കുറച്ച് മതി കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ കുത്തി നിറച്ചൊന്നും എടുത്തിട്ടില്ല. അരക്കപ്പിലും കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിപ്പോൾ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ശേഷം നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ പേസ്റ്റാക്കി വെച്ചതില്ലേ ഈ പഴം, അതിൽ ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശർക്കരയാണ്. ഇത് നല്ല ശർക്കര പൊടി ആയതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കണമെന്നില്ല. നമ്മൾ ശർക്കരയാണെങ്കിൽ വെള്ളത്തിൽ അരിച്ച് എടുത്തിട്ട് പിന്നെ അത് അരിച്ചിട്ട് വേണം എടുക്കാൻ. കല്ലുണ്ടാവും. ഇതിൽ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഗോതമ്പ് പൊടി എത്ര എടുത്തെന്ന് വെച്ചാൽ അതേ അളവ് തന്നെ ഞാൻ ശർക്കര പൊടി ഇട്ട് കൊടുത്തത്. മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ശർക്കര പൊടിയും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മധുരം അധികം വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. പഴം തന്നെ നല്ല മധുരമുള്ള പഴമാണ്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടി പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ച് കൊടുക്കരുത്, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് പേസ്റ്റ് രൂപത്തിലാക്കി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തത്. ഇത് ഈ പാനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇതിൽ നിന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ 6 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. വലിയ സ്പൂണിന് 6 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അധികം നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അതിലധികം നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 6 സ്പൂണാണ് ഞാൻ ഒഴിച്ചെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താലും ഈ പാൻ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ നെയ്യും ശർക്കരയും മറ്റേ പഴത്തിൻ്റെ എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് വരും. ഇപ്പം ഞാൻ ഇത്തിരി അണ്ടിപ്പരിപ്പ് പൊടിച്ചതിട്ട് കൊടുത്തതാണ്. അത് വറുത്തിട്ടൊന്നുമില്ല, വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം വെളുത്ത എള്ള് കയ്യിലുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയൊക്കെ ഇല്ലേ, അതിട്ട് കൊടുക്കുക. തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഈ പഴം തൊലി കറുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ സംഗതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇനി പഴം കിട്ടുമ്പോൾ എന്തായാലും കുറച്ചധികം ഉണ്ടാക്കി വെക്കണം. ഇത് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പഴം കൂടെ ആവുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സൂക്ഷിക്കണം. കണ്ടോ, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇത്തിരി നെയ്യാക്കിയിട്ട് കുറച്ച് വെളുത്ത എള്ള് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെതറി കൊടുത്തതാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുത്താണ്. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും കറക്റ്റാക്കി വെക്കുക. ഇത് ചൂടാറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. ഇത്ര പണിയുള്ളൂ. കാരണം ഒരുപാട് നേരമൊന്നും നിന്ന് ഇളക്കൊന്നും വേണ്ട. പക്ഷേ കൈ എടുക്കാതെ ഇളക്കണം. കൈ എടുത്തു കഴിഞ്ഞാൽ കട്ടായി പോയാൽ പിന്നെ നമ്മൾ ആ കട്ട ഉടക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടിയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പഴമാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ കഴിക്കുമ്പോൾ. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ കുറച്ചുണ്ടാക്കിയതുള്ളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നു. എത്ര ദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് എനിക്കല്ല. 2 ദിവസം പുറത്ത് വെച്ചാൽ കേടില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാലും മതി. അപ്പോൾ എല്ലാവരും പഴമൊക്കെ കിട്ടുമ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. പഴം തൊലി കറുത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ പഴമാകുമ്പോൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒരിത്തിരി ഗോതമ്പപ്പൊടിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, പിന്നെ കുറച്ച് ശർക്കരയും. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റില്ല കറുത്ത പഴം കൊണ്ടുള്ള ഹൽവ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാണുമ്പോൾ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. കാരണം ലൈക്ക് പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി. കാരണം ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏത് വീഡിയോ കാണുകയാണെങ്കിലും ഞാനൊന്ന് ലൈക്കെങ്കിലും
ഇട്ട് കൊടുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ വീഡിയോ ഒക്കെ ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ വീഡിയോ ഒക്കെ ഇട്ട് മുന്നിലെത്തിച്ചിരുന്നത്. പിന്നെ നല്ല റെസിപ്പികൾ കാണുമ്പോൾ നമ്മൾ അതൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.